ഇപ്പോൾ ശരിക്കും ഡൽഹിക്ക് പോയത് അന്ന് അതിനു മുമ്പേ തന്നെ താങ്കൾ പറഞ്ഞിരുന്നു ഇവിടെ മത്സരിക്കുമെന്ന് താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെ ഒരു ആലോചന മുകളിലില്ല, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമിതിയിലില്ല എന്ന് കണ്ടപ്പോഴാണ് താങ്കൾ അങ്ങോട്ട് പോകേണ്ടി വരുന്നത്. അത് ഹൈക്കമാൻഡ് വിളിച്ചിട്ട് പോയതാണോ അതോ താങ്കൾ സ്വന്തം? അല്ല, വിളിച്ചിട്ടല്ല, ഞാൻ നേരിട്ടിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റിനെ കാണാൻ പോയതാണ്. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു. പക്ഷേ പാർട്ടിക്ക് ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും ഇത്രയും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഒരു സംഘടനയെ പോലെ ഇത്രയും വിസ്താരമായി ഇത്രയും വലിയ ഒരു സംഘടനക്ക് ഒരുപാട് എല്ലാ കാര്യത്തിലും താല്പര്യങ്ങളും എല്ലാ കാര്യത്തിലും അവർക്ക് കാഴ്ചപ്പാടുകളും ഉണ്ടാകും. ആ കാഴ്ചപ്പാടുകൾ എനിക്ക് വേണ്ടി മാറ്റിമറിക്കാൻ സാധിക്കുന്നില്ല. അത് വേണമെന്ന് പറയുന്നത് ഞാനും ഉചിതമല്ല എന്നെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ കമ്പയർ ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ആവശ്യം പറഞ്ഞു, ആ ആവശ്യത്തിന് ഇന്ന രീതിയിലൊരു പ്രതിസന്ധി ഉണ്ട് എന്നവർ പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിലാക്കി, ഞാനതിനകത്ത് പിന്തിരിഞ്ഞു. ഇപ്പോ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പമാണ് താങ്കളും. താങ്കൾക്കും അതേ നിലപാടാണ്. അതിൽ താങ്കളുടെ എതിർപ്പില്ലാതായി? എനിക്കൊരു എതിർപ്പൊന്നുമില്ല അക്കാര്യത്തിൽ. ഞാൻ എല്ലാ നേതാക്കന്മാരെയും കണ്ട് ഞാൻ എൻ്റെ ഫുൾ സപ്പോർട്ട് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇപ്പൊ അവിടെ ഗോദാവരി ഫ്ലാറ്റിലായിരുന്നു താങ്കൾ എന്ന് മനസ്സിലാക്കുന്നു. അവിടെ പക്ഷേ രാഹുൽ ഗാന്ധിയെയോ ഖാർഗെജിയെയോ നേരിട്ട് കാണാൻ കണ്ടിരുന്നു. ഞാൻ വരുന്ന സമയത്ത് കണ്ടിട്ട് തിരിച്ചു ഫോണിൽ സംസാരിച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അല്ല, ഞങ്ങൾ കണ്ടു, സംസാരിച്ചിട്ടാണ് വന്നത്. സംസാരിച്ച സമയത്ത് എങ്ങനെയാണ് ഇതിലൊരു തീർപ്പിലേക്ക് എത്തിയത്? അദ്ദേഹം എന്താണ് തീർപ്പിലൊന്നും എത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ചർച്ച നടത്തി അതിൽ എന്തെങ്കിലും ഇപ്പൊ ഭാവിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്നുള്ള ഓഫറൊന്നും അതിനൊന്നും ഞാനും നോക്കൂല. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കാട്ടി എന്നെ നിലനിർത്താൻ വേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട. അതിനൊന്നും എന്നെ കിട്ടുകയില്ല. എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടോടൊപ്പം ഞാൻ ഒത്തു നിൽക്കുന്നൊരുത്തനാണ് ഒരാൾ. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എൻ്റെ മനസ്സാക്ഷിക്ക് വിധേയമാണ്. മറ്റുള്ളവരുടെ മനസ്സാക്ഷിക്ക് വിധേയമായതൊന്നും എനിക്ക് ബാധകവുമല്ല. ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് വിധേയമായത് ഞാൻ സ്വീകരിക്കുള്ളൂ. ആ സ്വീകരിക്കുന്നിടത്ത് എന്നൊക്കെ തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാനതിൻ്റെ അകത്ത് നിൽക്കുന്നു. ആ നിൽക്കുന്നത് നമുക്ക് നാളെ പരിഹരിക്കാമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് ഞാൻ വരുമ്പോൾ എൻ്റെ കൈപിടിച്ച് പറഞ്ഞാണ് അദ്ദേഹം എന്നെ വിട്ടത്. അദ്ദേഹം വന്ന് കർണാടകയിലായിരുന്നു. കർണാടകയിൽ നിന്ന് ആദ്യം അദ്ദേഹം എന്നോടൊക്കെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് വറി, വി കൻ അറേഞ്ച് എവരിതിങ് ആഫ്റ്റർ ദാറ്റ്. അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് താങ്കൾ? ഓക്കെ.